ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാപിബന്ധ്യാദൃശാ പുനസ്തനഭരം നിജം സപദി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശാ ജഗതി പുണ്യവന്തോ ജിതാ. ഈ ഒരു ശ്ലോകത്തിൽ, അതായത് ഇപ്പോഴാണ് യശോദാമ്മ ആ പ്രസവക്ഷീണമൊക്കെ മാറി ഒന്ന് ഉണർന്ന് പൂർണ്ണബോധത്തിലേക്ക് വന്നു യശോദാമ്മ. അപ്പോൾ എന്താണ് ചെയ്തത്, എന്താണ് കണ്ടത്, യശോദാമ്മയുടെ അനുഭവം എന്തായിരുന്നു? ആ ഉണ്ണിയെ കണ്ടപ്പോൾ യശോദാമ്മ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇതൊക്കെയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അഹോ ഖലു യശോദയ. അഹോ, ആദ്യമേ ആശ്ചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു ഉണ്ണിയെ കണ്ടപ്പോൾ യശോദാമ്മയുടെ മുഖത്ത് വിടർന്ന ഭാവം, അത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് കാണിച്ചു തരുന്നു. ആശ്ചര്യഭാവമാണ് യശോദാമ്മയുടെ മുഖത്തുണ്ടായത്. ഖലു യശോദയ. ആ യശോദാമ്മയാകട്ടെ നവകളായ ചേതോഹരം, നവകളായ ഒരു പുതിയ ഒരു, നവം എന്നാൽ പുതിയത്, പുതിയ ഒരു കായാമ്പൂ പോലെ ചേതോഹരം മനോഹരമായിട്ടുള്ള ഭവന്തമലമന്തികേ. ഭവന്തം അലം അന്തികേ. ഭവന്തം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭഗവാനെ, അവിടുത്തെ തൻ്റെ സമീപത്ത് കിടക്കുന്നതായിട്ടുള്ള ഈ ഉണ്ണിയെ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞിനെ യശോദാമ്മ കണ്ടിട്ടില്ല. ഇവിടെ പറയുകയാണ് പുതിയൊരു കായാമ്പൂ പോലെ മനോഹരമായിട്ടുള്ള, അതിൽ ആ ഒരു ഉപമയിൽ തന്നെ ആ ഉണ്ണിയുടെ നിറത്തിൻ്റെ പ്രത്യേകതയും കൂടി ഇവിടെ ചൂണ്ടിക്കാണിച്ച് തരികയാണ്. ഒരു ഇളം കറുപ്പോ നീലയോ എന്താ നിറമെന്നറിയില്ല, അങ്ങനെയൊരു വളരെ വശ്യമായ അപൂർവമായ മനോഹരമായ ഒരു നിറത്തോടു കൂടി ഒരു ഉണ്ണി തൻ്റെ സമീപത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യം പൂണ്ട യശോദാമ്മ അലം അന്തികേ. അലം എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം, സംതൃപ്തി വരുവോളം. അന്തിക എന്നാൽ തൻ്റെ സമീപത്ത് അങ്ങനെ ഒരു ഉണ്ണി കിടക്കുന്നത് കണ്ടപ്പോൾ പ്രഥമമാപിബന്ധ്യ. പ്രഥമം, അങ്ങനെ ആദ്യമായി ആ കണ്ട സമയത്ത് ആ ഉണ്ണിയെ ആപിബന്ധ്യാദൃശ. ആപിബന്ധ്യ, ഇങ്ങനെ നോക്കി നോക്കി നമ്മളങ്ങ് കുടിക്കുക എന്ന് പറയില്ല, അതായത് അത്രമാത്രം അങ്ങ് ആസ്വദിക്കുക അങ്ങ് ആ ഉണ്ണിയെ. ദൃശ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ കൊണ്ട് കണ്ട് 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 തൃപ്തിയാവുന്നില്ല. ഇതൊരു വളരെ അത്ഭുതകരമായ ഒരു ഉണ്ണി. ഇതിപ്പോൾ ഈ ഉണ്ണിയുടെ നിറം കണ്ടിട്ട് തന്നെ, നിറം അതേപോലെ മനോഹാരിത, ഉണ്ണിയുടെ മുഖത്ത് മായുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാവങ്ങൾ, ഐശ്വര്യം, മനോഹാരിത, കാന്തി, നിറത്തിൻ്റെ ഭംഗി എന്ന് വേണ്ട യശോദാമ്മയ്ക്ക് വായിച്ചെടുക്കുവാൻ കഴിയാത്തത്ര, വർണ്ണിക്കുവാനാവാത്തതായിട്ടുള്ള, നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ സൗന്ദര്യോത്തരതോപി സുന്ദരതരമായിട്ടുള്ള, സൗന്ദര്യമുള്ളവയിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഇങ്ങനെ ഒരു ഉണ്ണി തൻ്റെ അടുത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു നോട്ടത്തിൽ നിന്നും കണ്ണിമ വെട്ടാതെ നോക്കി 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 നോക്കിയിരുന്ന് കണ്ണുകൾ കൊണ്ട് വേണ്ടുവോളം ആസ്വദിക്കുകയായിരുന്നു യശോദാമ്മ. ഉണ്ണിയൊന്ന് വാരിയെടുക്കുകയല്ല ചെയ്തത്, ആ നോട്ടത്തിൽ തന്നെ ആശ്ചര്യം കൊണ്ട് സ്തബ്ധയായി.
ആ മനോഹരമായ രൂപത്തെ കണ്ണുകൾ കൊണ്ട് വേണ്ടുവോളം കണ്ടിട്ടും സംതൃപ്തിയാവാത്ത, മതിവരാത്ത ആ രൂപത്തെ അങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അതിനുശേഷം പുനഃ സ്തനഭരം നിജം, പുനഃ അതിനുശേഷം പിന്നീട് ഇങ്ങനെ ആ കുഞ്ഞിനെ, തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കിയിരുന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കെ തൻ്റെ ഉള്ളിലെ മാതൃത്വം അങ്ങനെ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. തൻ്റെ ഉണ്ണിയാണല്ലോ ഇത്, ഇങ്ങനെ സൗന്ദര്യമുള്ള, പ്രത്യേകതകളുള്ള, ഇതിനു മുൻപ് ആരും കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള ഇങ്ങനെയൊരു ഉണ്ണി, ഇത് തൻ്റെ ഉണ്ണിയാണല്ലോ, തനിക്ക് കിട്ടിയൊരു ഭാഗ്യം എൻ്റെ ഭഗവാനേ എന്ന് ഉള്ളുകൊണ്ട് അങ്ങനെ നിറഞ്ഞു തുളുമ്പിയിരിക്കുമ്പോൾ സ്തനഭരം, തൻ്റെ മാറിടം നിറഞ്ഞു തുളുമ്പുന്നത്, സ്തനങ്ങളിൽ പാൽ വന്ന് ചുരന്നു വരുന്നത് ആ അമ്മ അറിഞ്ഞു. നിജം സപതി പായയന്ത്യാമുദ, ആ തൻ്റെ ഉണ്ണിയെ അപ്പോൾ തന്നെ തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച് പായയന്ത്യ എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു ആ ഉണ്ണിയെ. അപ്പോഴാണ്, അതായത് ആദ്യം ആ ഉണ്ണിയുടെ സൗന്ദര്യം കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ തൻ്റെ ഉണ്ണിയെ ഒന്ന് കാണുവാൻ ബോധമണ്ഡലത്തിലേക്ക് ക്ഷീണം വഴിമാറിയപ്പോൾ ഉണ്ണിയൊന്ന് കാണുവാൻ കണ്ണു തുറന്ന യശോദാമ്മ അല്പനേരം, എത്ര നേരം ഇരുന്നു എന്നറിയില്ല, അങ്ങനെ ആ ഉണ്ണിയെ കണ്ട് മതിമറന്ന് ഒടുവിൽ മാറിടം നിറഞ്ഞ് പാൽ ചുരന്നപ്പോഴാണ് തൻ്റെ ഉണ്ണിക്ക് പാൽ കൊടുക്കണമല്ലോ എന്നോർത്ത് ഉണ്ണിയെ വാരിയെടുത്ത് മടിയിൽ വെച്ച് പായയന്ത്യ, സ്തനം കുടിപ്പിച്ചു. മുദ എന്ന് പറഞ്ഞാൽ ആ മനസ്സപ്പോഴും അങ്ങനെ ആനന്ദം കൊണ്ട് നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ആ ഉണ്ണി തൻ്റെ സ്തനങ്ങളിൽ നിന്ന് പാൽ കുടിക്കുമ്പോൾ ഏതൊരമ്മയുടെയും സ്തനങ്ങൾ ഒഴിഞ്ഞു തുടങ്ങുമ്പോൾ, സ്തനങ്ങളിൽ നിന്നും പാൽ തൻ്റെ ഉണ്ണിയിലേക്ക് ഒഴുകി തുടങ്ങുമ്പോൾ മനസ്സ് നിറഞ്ഞു തുളുമ്പി വരും. ഇതാകട്ടെ അതിൻ്റെ 10 മടങ്ങായിരുന്നു ആമോദം ആ യശോദാമ്മയുടെ ഉള്ളിൽ. കുടിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ഇവിടെ യശോദാമ്മയ്ക്ക് അത് അറിയില്ലെങ്കിലും ഏറെ സുന്ദരനായ, ഏറെ പ്രത്യേകതകളുള്ള ഒരു നല്ലൊരു ഉണ്ണിയെ, കണ്ടാലും മതിവരാത്ത, കണ്ണെടുക്കുവാൻ തോന്നാത്തതായിട്ടുള്ള ഒരു ഉണ്ണിയെ തനിക്ക് തന്ന ഭഗവാനോട് നന്ദി ഉള്ളാലെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഉണ്ണിയെ ആസ്വദിച്ച് ഉണ്ണിക്ക് പാൽ കൊടുക്കുമ്പോൾ ആ അമ്മയുടെ ഉള്ളം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. സംതൃപ്തി മാറിടത്തിൽ നൃത്തം വയ്ക്കുകയായിരുന്നു. മനോഹര തനുസ്പൃശ, അങ്ങനെ പെട്ടെന്ന് തൻ്റെ ഉണ്ണിയെ എടുത്ത് തൻ്റെ മാറിടത്തിൽ വെച്ച് പാൽ കുടിപ്പിച്ചപ്പോൾ മനോഹര തനുസ്പൃശ, മനോഹരമായിട്ടുള്ള തനു എന്നാൽ ആ ഉടല്, ആ ഉണ്ണിയുടെ ശരീരത്തെ അങ്ങനെ സ്പൃശ തഴുകിക്കൊണ്ടിരുന്നാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ആ ഉണ്ണിയോട് ചെയ്യേണ്ടത്, ഉണ്ണിക്ക് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല യശോദാമ്മയ്ക്ക്. അത്രമാത്രം അങ്ങനെ ആനന്ദ നിർവൃതിയിലാണ്. തൻ്റെ ആ കൈകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ണിയെ മടിയിൽ വെച്ച് പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൈകൾ അങ്ങനെ ആ ഉണ്ണിയുടെ ദേഹത്തു കൂടി അങ്ങനെ തഴുകിക്കൊണ്ടേയിരുന്നു. ഒരു അംഗത്തിൽ നിന്നും മറ്റൊരംഗത്തിലേക്ക് അങ്ങനെ കൈകൾ ഇഴഞ്ഞു നീങ്ങി. ആ ഉണ്ണിയുടെ ദേഹത്ത് കൈവെക്കുമ്പോൾ പോലും, ആ സ്പർശനത്തിൽ പോലും യശോദാമ്മ ഒരു സുഖം അനുഭവിച്ചറിയുകയായിരുന്നു. ജഗതി പുണ്യവന്തോജിത, ജഗതി എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിലുള്ള, ലോകത്തിലുള്ള പുണ്യവന്തോ, പുണ്യവാന്മാരെ എല്ലാം, അല്ലെങ്കിൽ
സുഹൃതികളായിട്ടുള്ള എല്ലാവരെയും ജിത ജയിച്ചുവല്ലോ. എത്രയോ സുഹൃതികൾ ഉള്ള ഒരു ജഗത്താണിത്. അവരെയൊക്കെ തോൽപ്പിച്ച് ഇങ്ങനെയൊരു ഉണ്ണിയെ മടിയിൽ വെച്ച് പാൽ കൊടുത്ത ആ ആനന്ദ നിർവൃതി നുകരാനും ആ ആനന്ദ നിർവൃതിയോടൊപ്പം ആ പൂമേനിയിലൂടെ ഭഗവാനെ കൈകൾ കൊണ്ടൊന്ന് തഴുകുവാനും അവസരം കിട്ടിയത് മറ്റെല്ലാ സുഹൃതികളെയും തോൽപ്പിക്കുമാറ്, അല്ലെങ്കിൽ മറ്റൊരു സുഹൃതിക്കും സാധ്യമല്ലാത്ത വിധം ഭഗവാനെ എല്ലാം അവിടുന്ന് ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തത് ആ യശോദാമ്മയ്ക്കാണല്ലോ. ദേവകീദേവിയുടെ വയറ്റിൽ പിറന്നിട്ടും ഇതിനുള്ള ഒരു ഭാഗ്യം, ഒരു അസുലഭ നിർവൃതി അവിടുന്ന് കൊടുത്തത് യശോദാമ്മയ്ക്കാണല്ലോ. അതുകൊണ്ട് ഇവിടെ പറയുകയാ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് സർവ സുഹൃത്തികളെയും ജയിച്ചുവല്ലോ. ആരെയും തോൽപ്പിക്കുവാൻ ഒന്നും ചെയ്തില്ല. പക്ഷേ ഭഗവാന്റെ കൃപ കൊണ്ട് മറ്റൊരു സുഹൃതിക്കും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യമാണ്, അത്യാശ്ചര്യകരമായ ആനന്ദ നിർവൃതിയാണ് ഇവിടെ യശോദാമ്മയ്ക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് എല്ലാ സുഹൃത്തികളെയും തോൽപ്പിച്ചു കളഞ്ഞുവല്ലോ, അല്ലെങ്കിൽ എല്ലാ സുഹൃത്തികളെയും ജയിച്ചുവല്ലോ യശോദാമ്മ എന്ന് പറഞ്ഞത്. ഈ ജഗത്തിലുള്ള സർവസുഹൃതികളും ഭഗവാനെ അവിടുത്തെ ആ കാൽവിരൽ കൊണ്ട് ഒരു സ്പർശനമേൽക്കുവാൻ കൊതിക്കുന്നവരാണ്. ആ തിരുകടാക്ഷം ഒന്ന് ഏറ്റാലും മതി, സ്പർശിച്ചൊന്ന് ആനന്ദിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് കാണുവാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുടെ നടുവിലാണ് ഇവിടെ യശോദാമ്മ വാരിയെടുത്ത് മടിയിൽ വെച്ച് പാൽ കൊടുക്കുന്നു. അവിടുത്തെ ആ പൂമേനിയിലൂടെ കൈകൾ അങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നു. അത്യാശ്ചര്യകരം തന്നെയാണ്. എന്തൊരു ഭാഗ്യമാണ് യശോദാമ്മയ്ക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അതും ഭഗവാന്റെ നിശ്ചയം തന്നെയാവാം. മുൻപ് പല ദശകങ്ങളിലും ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ സർവം ഭവത് പ്രേരണയൈവനൂനം, നടക്കുന്നതെല്ലാം ഭഗവാനെ അവിടുത്തെ പ്രേരണയാണ്, അവിടുത്തെ സങ്കല്പമാണെന്നുള്ളത് ഉറപ്പാണ്. അവിടുന്ന് ചില സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ ചില അത്യാനന്ദകരമായ നിമിഷങ്ങളെ ആസ്വദിക്കുവാൻ, അവിടുത്തെ മാറിലേറ്റ് നടക്കുന്നതിന് എല്ലാം അവിടുത്തെ സങ്കല്പമാണ് ഭഗവാനെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാപിബന്ധ്യാദൃശാ പുനസ്തനഭരം നിജം സപദി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശ ജഗതി പുണ്യവന്തോ ജിതാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എളുപ്പമുള്ള ഒരു ശ്ലോകം തന്നെയാണിത്. ഭവന്തം അലമന്തികെ, ഭവന്തം അലം അന്തികെ, അതുകൊണ്ട് തന്നെ രണ്ട് മാ ഇടയ്ക്ക് വരുന്നതിനും അകാരം കൊടുത്ത് വായിക്കണം. അതുപോലെ പ്രഥമമാപിബന്ധ്യ, പ്രഥമം ആപിബന്ധ്യാണ്. മായയുടെ അകാരം ശ്രദ്ധിക്കുക, അകാരം നീട്ടിയെടുക്കുകയും വേണം. ആപിബന്ധ്യാണ്. പിന്നെ അടുത്തത് പുനഃ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ജിതാ, അവിടെ വിസർഗവും ദീർഘവും ഉണ്ട്, ഹകാരം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതിനെയും 10ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.